സ്നേഹമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ നമ്മുടെ സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര ശുശ്രൂഷയിൽ, സാമൂഹ്യ മേഖലകളിലെല്ലാം വളരെ വലിയൊരു സേവനം നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മളായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന, നമ്മൾ പല രീതിയിൽ നമ്മുടെ കേരളം മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ സിസ്റ്റേഴ്സിനെ എല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. അവർ ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനം കാരണം നമ്മുടെ നാടിന് വന്ന നന്മകളെ ഓർത്ത് നമുക്ക് അവരോട് നന്ദി പറയാം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഒരു സംഭവം, ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. 2 സിസ്റ്റേഴ്സിനെ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ്, മനുഷ്യക്കടത്ത് നടത്തിയെന്ന് പറഞ്ഞ് അവർ ജയിലിൽ അടച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ASMI എന്ന് പറയുന്ന കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സാണ്. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൽ ജീവിക്കുന്ന കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സാണ്. വളരെയേറെ മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ഒരു സമൂഹമാണ് ASMI സമൂഹം. നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ മനുഷ്യക്കടത്ത് നടത്തുന്നുവെന്നും മനുഷ്യനെ മതപരിവർത്തനം നടത്തുന്നുവെന്നും ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നവരാണ് അവർ. ഞാൻ വെറുതെ പറയുന്നില്ല. എൻ്റെ ആശ്രമം, ഞാൻ മൂവാറ്റുപുഴയാണ്. ആശ്രമത്തിനടുത്ത് തന്നെ ASMI കോൺഗ്രിഗേഷൻ ഒരു ഹൗസ് ഉണ്ട്. അവിടെ അവർ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കേൾവി പറ്റില്ലാത്ത, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ കുട്ടികളെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. എത്ര ത്യാഗം ഏറ്റെടുത്താണ് അവർ ആ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാനവിടെ കുർബാനയ്ക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ ASMI കോൺഗ്രിഗേഷൻ്റെ നിർമ്മലവാദ പ്രൊവിൻസാണ് ഈ ഛത്തീസ്ഗഡിലൊക്കെ ഉള്ളത്. ദൈവം സഹായിച്ച് എനിക്ക് അവിടെ ആ പ്രൊവിൻസിലെ 2-3 ഹൗസുകളിലൊക്കെ പോകാൻ പറ്റി. ഒരു 4-5 വർഷമായെന്ന് തോന്നുന്നു. 4-5 വർഷം മുൻപ് അവിടെ, പ്രത്യേകിച്ച് അവിടെ യുപിയിലെ ആഗ്രയിലുള്ള ഹൗസ് ഞാൻ പോയി. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഉള്ള റൂർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോയതാണ്. അന്ന് ആ പോയ സമയത്ത് ഈ സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനം ഞാൻ നേരിൽ കണ്ടതാണ്. ഈ റൂർക്കിയിൽ ഞങ്ങൾ ഒരു ദിവസം എനിക്ക് അവിടെ താമസിക്കാൻ സമയം കിട്ടി. ആ ഹോസ്പിറ്റലിൽ ആദ്യമൊക്കെ അവിടെ ഈ കുഷ്ഠരോഗികളുടെ ആളുകളെ നോക്കുമായിരുന്നു. പിന്നെ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി പല രീതിയിലുള്ള സഹായങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കൽ, അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായ, പഠിക്കാൻ ഒരു സാധ്യതയില്ലാത്ത കുട്ടികളെ മറ്റു ജോലികളിൽ പഠിപ്പിക്കുകയാണ്, അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവരുടെ ഹോസ്പിറ്റലുകളിലെല്ലാം, ASMI സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലുകളിലെല്ലാം ഇവരിങ്ങനെയുള്ള സേവനങ്ങളാണ്. ഇങ്ങനെ വുമൻ എംപവർമെൻറ്റും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മതപരിവർത്തനത്തിന് വേണ്ടിയല്ല, അവർ അറിഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹം മനുഷ്യർക്ക് കൊടുക്കുന്നു. ഈ ASMI കോൺഗ്രിഗേഷൻ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം, ചേർത്തലയിൽ നിങ്ങൾ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. പറ്റുമെങ്കിൽ നിങ്ങളവിടെ പോകണം. അതൊരു ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയായിട്ട് തുടങ്ങിയത്. ജോസഫ് കണ്ടത്തിലച്ചൻ അദ്ദേഹം ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ കുറേ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ കൂട്ടുമായിരുന്നു. ഇവർ മഠമല്ല ആദ്യം തുടങ്ങിയത്. ഈ ASMI സിസ്റ്റേഴ്സ് തുടങ്ങി ആദ്യം മഠമല്ല, കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി. അവിടെ വന്ന് സിസ്റ്റേഴ്സ് സേവനം ചെയ്തു അങ്ങനെ ഒരു കോൺഗ്രിഗേഷനായി മാറുന്നത്. അപ്പോൾ നോക്കി, അവരുടെ മോട്ടിവേഷൻ, അവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു രീതിയിലും ശുശ്രൂഷ ലഭിക്കാതെ, എല്ലാവരാലും അവഗണിക്കപ്പെട്ട്, ആരും ശുശ്രൂഷിക്കാത്ത മനുഷ്യരെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവർ തുടങ്ങി വെച്ചൊരു ശുശ്രൂഷയുടെ സ്ഥാപനമാണ്. ഇത്രമാത്രം നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്ത ആ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിനെ നമ്മളൊരു വീഡിയോ കണ്ടില്ലേ? സിസ്റ്റേഴ്സിൻ്റെ എതിരെ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആ പ്രവർത്തക ആക്രോശിക്കുകയാണ്, അടിക്കാൻ കൈവങ്ങുകയാണ്. നമ്മുടെ വയ്യാത്ത മനുഷ്യർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു, അവരെ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. വീടുകളിൽ നിന്ന് പോലും ഈ കുഷ്ഠരോഗികളൊക്കെ മാറ്റി നിർത്തിയ സമയത്ത്, അറപ്പോടെ നോക്കിയ സമയത്ത്, ഉപേക്ഷിച്ച സമയത്ത് ഇവർ വരികയാണ്, ഇവർ ചേർത്ത് പിടിക്കുകയാണ്. അതുതന്നെയാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഈ സിസ്റ്റേഴ്സ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു, അവർക്ക് വേണ്ടി ജീവിച്ചു. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവർ ജോലിയും അതുപോലെ തന്നെ കുടുംബ സൗകര്യങ്ങളും സമ്പത്തും ഇതെല്ലാം ഉപേക്ഷിച്ച് നോർത്തിൽ പോയി ഇത്രമാത്രം ത്യാഗമേറ്റെടുത്ത് സിസ്റ്റേഴ്സ് സേവനം ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് എന്താണ്? ഈ അപമാനവും നിന്ദനവും കയ്യോങ്ങലുകളും മതപരിവർത്തനം നടത്തുന്നുവെന്നും അതുപോലെ തന്നെ മനുഷ്യക്കടത്താണെന്നൊക്കെ പറഞ്ഞ് മാറ്റിക്കൊണ്ടുപോയാണ്. ഈ കുട്ടികൾ 18 വയസ്സിന്
മുകളിലുള്ളവരാണ്. യഥാർത്ഥത്തിൽ അവർ ക്രിസ്ത്യാനികൾ തന്നെയാണ്. അത് ക്രിസ്ത്യാനികളായ ആളുകൾ എങ്ങനെയാണ് മതപരിവർത്തനം നടത്തുക? അപ്പോൾ അതുകൊണ്ട് ഇതൊരു സംഘടിതമായൊരു നീക്കമാണ്. ഇത് ഒരു രീതിയിൽ മാനുഷികമായി അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നീക്കമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ സിസ്റ്റേഴ്സ് ഇത്രമാത്രം ത്യാഗം ഏറ്റെടുത്ത് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഇത് ASMI കോൺഗ്രിഗേഷൻ മാത്രമല്ല, എല്ലാ കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സ് നമ്മൾ ഒത്തിരി ബഹുമാനത്തോടെ കാണുന്നതാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഇവർക്ക് ഫുൾ സപ്പോർട്ടാണ്, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം നമ്മൾ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആശ്രമത്തിൽ തൊട്ടടുത്ത് തന്നെ ഈ സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷൻ ഉണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തതിന് മുമ്പ് അവിടെ പോയി. ഞാനവിടെ പോയി ആ സിസ്റ്റേഴ്സിന് സംസാരിച്ചു. ഈ 2 സിസ്റ്റേഴ്സ് ജയിലിൽ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ സംസാരിച്ച ഒരു സിസ്റ്റർ കരയുന്നത് ഞാൻ കണ്ടു. കാരണം സിസ്റ്റർ വന്ദന, സിസ്റ്ററിനെ അറിയാവുന്നതാണ് അവിടെയുള്ള സിസ്റ്റർക്ക്. ഈ വന്ദന എന്ന് പറഞ്ഞ സിസ്റ്റർ ഏകദേശം 40 വർഷത്തോളം നോർത്ത് ഈസ്റ്റ് സേവനം ചെയ്യുന്ന, നോക്കി, ഒരു നല്ലൊരു സ്ത്രീയുടെ ആയുസ് മുഴുവൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി സേവനം ചെയ്യുക. സിസ്റ്റർ പ്രീതി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കണം. ഇതിങ്ങനെ നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ മനുഷ്യരുടെ ഉന്മനത്തിന് വേണ്ടി, നമ്മുടെ സമൂഹം കുറച്ചുകൂടി നന്നായി വളരാനുള്ള ഇതിനുള്ളിൽ എല്ലാ സാഹചര്യം ഒരുക്കുന്ന ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെ നമ്മൾ ഇന്ന് ഇങ്ങനെ ആക്രമണത്തിന് വിട്ടുകൊടുത്താൽ, അവർക്ക് യാതൊരു വിലയും കൽപ്പിക്കാതിരുന്നാൽ, അവരെ ജയിലിലാക്കിയാൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പിന്നോട്ടടിക്കുകയാണ്. നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ സിസ്റ്റേഴ്സ് അവരുടെ സഭാവസ്ത്രം വിട്ട് പ്രായപൂർത്തിയായ കുട്ടികളെയും കൊണ്ട് വരുന്നത്, അവരെ കൊണ്ടുപോകാനായിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സഭാവസ്ത്രം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് നമ്മൾ മാറും. അപ്പം എനിക്ക് നോർത്തിൽ പോകുമ്പോൾ ഇതെൻ്റെ സഭാവസ്ത്രമാണ്, എൻ്റെ അവകാശമാണല്ലോ എൻ്റെ വസ്ത്രം ഇടുക എന്നുള്ളത്. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ഒരാളുമായിട്ട് എനിക്ക് അതിലൂടെ നോർത്തിലൂടെ സഭാവസ്ത്രമായിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് നമ്മുടെ നാട് മാറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, നന്മയും സ്നേഹവും നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പറ്റട്ടെ. അതുകൊണ്ട് സിസ്റ്റേഴ്സിന് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്യണം. ഇങ്ങനെ സേവനം ചെയ്യുന്ന, നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സും അവരുടെ കൂട്ടായ്മയും എന്നും നമ്മുടെ നാടിന് വേണം. അത് നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കും നമ്മുടെ വളർച്ചയ്ക്കും സഹായമാണ്.